നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അർജുൻ അയങ്കിയെ ദിവസങ്ങളോളം വലവിരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊങ്കികളും മൂരികളും സംഘപരിവാർ പ്രൊഫൈലുകളുമൊക്കെ ആഘോഷത്തിലാണ്. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രിയുടെ നല്ല ഡയലോഗും പുറത്തു വന്നിട്ടുണ്ട്. ആ ഡയലോഗ് നമുക്ക് ആദ്യം കേൾക്കാം, എന്നിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ മുഴുവൻ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. പിന്നെ കണ്ടാൽ മാത്രം പോരാ, സപ്പോർട്ടും ചെയ്യണം. ഓക്കെ? ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ലിസ്റ്റുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷൻ ലിസ്റ്റുണ്ട്. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, കാപ്പ കേസ് പ്രതികൾ, ഇവരെല്ലാം പോലീസ് കർശനമായ അവരുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല, ഒരു സംശയം വേണ്ട. ജനങ്ങളെ വെല്ലുവിളിക്കുന്നവർ, ജനങ്ങളുടെ സ്വൈര ജീവിതം തകർക്കുന്നവർ, അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം സാർ, ജയിലിൽ അടയ്ക്കണം സാർ. അത് ഗുണ്ടയായാലും പീഡനവീരനായാലും ഗർഭം കളിക്കായാലും ആരായാലും എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണണം സാർ. സാറിന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ. സാർ, ഈ ഫോട്ടോയിൽ കാണുന്ന KC ബിബിൻ സാറിന് അറിയാമോ സാർ? അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ, അതായത് അങ്ങയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് പുള്ളിക്കാരൻ. ഇപ്പോൾ ഇവിടെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, സാർ, കേരളത്തിൽ ലൈംഗിക ശേഷി പരിശോധിച്ച ഒരേ ഒരു MLA ഉണ്ടായിരുന്നുള്ളൂ. സാർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പല പെൺകുട്ടികളെയും പീഡിപ്പിച്ച, ഗർഭിണിയാക്കിയ, അവർ ഗർഭചിത്രം നടത്തിയ പീഡനവീരൻ, സെക്സ്വൽ പെർവേർട്ടർ എന്ന ഓമന പേരുള്ള ഒരു MLA ഉണ്ടായിരുന്നുള്ളൂ. പഴയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും പഴയ കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. സാർ, രാഹുൽ മാങ്കൂട്ടത്തിലും ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമല്ലേ സാർ? കാര്യം അവനൊരു പീഡനവീരനാണ്. 60 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ അടുത്ത് കിട്ടിയാലും പാവാടച്ചാരൻ അടിച്ച് പൊട്ടിച്ച് കാമഭ്രാന്ത് നടത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാമഭ്രാന്തനല്ലേ സാർ അവൻ? അപ്പോൾ അവന്റെ പോസ്റ്റുകളിൽ വന്ന് സ്ഥിരമായി കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഏത് ഗണത്തിൽ പെടും സാർ? പീഡനവീരനെ സപ്പോർട്ട് ചെയ്യുന്നവനും പീഡനം മനസ്സിൽ ആഗ്രഹിക്കുന്നവനല്ലേ സാർ? അപ്പൊ അങ്ങനെയുള്ളവരെ സാറിന്റെ കൂട്ടത്തിൽ വെച്ചിട്ട് സാർ ഇമാതിരി ഡയലോഗ് അടിച്ചാൽ വാക്കൊന്നും പ്രവൃത്തിയും രണ്ടായി പോകില്ലേ സാർ? അപ്പൊ കേരളത്തിലെ ജനങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ പറയില്ലേ സാർ? അപ്പൊ ഇതുപോലെയുള്ള അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി